ജിബിൻ, 2026 അസംബ്ലി തെരഞ്ഞെടുപ്പ് തമിഴ്നാട് വരാൻ പോകുന്നു. അതിൽ വിജയ്യുടെ TVK വിജയെ മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പെരമ്പൂർ അതിലൊരു പ്രധാന മണ്ഡലമാണ്. പെരമ്പൂരിൽ വിജയെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞ് പെരമ്പൂരിലെ TVK ഒരു പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അത് കൂടാതെ പിന്നുള്ളത് വിരുഗമ്പാക്കം ഒരെണ്ണമുണ്ട്, പിന്നെ ട്രിച്ചി ഈസ്റ്റ്, തിരുച്ചിറപ്പള്ളി കിഴക്ക്, അതൊരു മണ്ഡലമാണ്. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇവർ കാണുന്ന കുറേ വേറെ മണ്ഡലങ്ങളുണ്ട്. വിജയ് ബി മണ്ഡലങ്ങൾ എന്ന് പറയുന്ന കുറച്ച് വേലാച്ചേരി, വിക്രവാണ്ടി, അങ്ങനെ കുറച്ച് മണ്ഡലങ്ങൾ വേറെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മണ്ഡലങ്ങളിലൊക്കെ പല ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഓരോ മണ്ഡലങ്ങളെ കാണുന്നതിൽ. ഇപ്പോൾ പെരമ്പൂർ എടുക്കുകയാണെങ്കിൽ അവിടെ ഏതാണ്ട് 25% ദളിത് വോട്ടുകളുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ വിജയ്ക്ക് ഒരു ദളിത് ഫാൻ ബേസ് ഉള്ളതായിട്ടൊക്കെ ഒരു പറച്ചിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പോയ പല ഗ്രാമങ്ങളിലും കാണാം കുട്ടി എന്നുള്ള പേരിൽ കുറേ ആളുകൾ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ചില പടങ്ങളിലെ പേര് അതേപോലെ അത് ദളിത് ആളുകൾക്കിടയിൽ ഇങ്ങനത്തെ പേരുകൾ വളരെ വ്യാപകമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയധികം സ്വാധീനം ദളിത് വോട്ടുകൾക്കിടയിലുണ്ട്. അപ്പോൾ പെരമ്പൂർ ഒരു സാധ്യതയായിട്ട് അവർ കാണുന്നുണ്ട്, അവിടുത്തെ TVK കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനത്തെ പല ഫാക്ടേഴ്സ് ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജിബിൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? വിജയ് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. വിജയ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ വളരെ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. അത് സിനിമയിലൂടെ പ്രത്യക്ഷത്തിലില്ലെങ്കിലും പരോക്ഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാവുന്ന പോലെ പല ഉപകരണങ്ങളുമുണ്ട്. അതായത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് പെട്ടെന്നല്ല, അല്ലെങ്കിൽ വിജയ് എത്തുന്നതിന് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുന്നേ തൻ്റെ ആരാധക കൂട്ടായ്മനെ പലയിടത്തു നിന്നും പഞ്ചായത്തിലടക്കം നിർത്തി വിജയിപ്പിച്ചിരുന്നു എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളുണ്ട്. അതിൽ എത്രത്തോളം സ്ഥിരീകരണം ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷേ അത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ ശരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിജയുടെ ആരാധക കൂട്ടായ്മ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി TVK ആയിട്ട് മാറിയിരിക്കുന്നത്. അതൊരു വലിയൊരു ഫാൻ ബേസ് ഉള്ള, തമിഴ്നാട്ടിലെ ഒരു വലിയൊരു ഫാൻ ബേസ് ഉള്ളൊരു കൂട്ടായ്മ തന്നെയാണ്. അത് നമുക്ക് തള്ളിപ്പറയാൻ പറ്റില്ല. ഇപ്പം നിലവിൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള നടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജനീകാന്തല്ല, വിജയ് തന്നെയാണ്. അപ്പോൾ വിജയ് ഉണ്ടാക്കിയെടുത്ത ഫാൻ ബേസ് അത്രയും വലുതാണ്. ആ ഫാൻ ബേസാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഈ വിജയിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ, വിജയുടെ സാധ്യതകളിലോട്ട് വരുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിജയിയോട് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്ന യുവജനങ്ങൾക്കാണ്, പ്രത്യേകിച്ച് ജെൻസി വിഭാഗങ്ങളൊക്കെയാണ്. ഈ സമീപകാലത്തായിട്ട് നടത്തിയ ഒരു പഠനത്തിൽ അല്ലെങ്കിൽ ഒരു സർവേയിൽ നല്ലൊരു ശതമാനം ജെൻസികളുടെ പിന്തുണ വിജയ്ക്കുണ്ടെന്ന് പറയുന്നുണ്ട്. ഏറെക്കുറെ ഒരു 60% ജെൻസികളിൽ നിന്നൊരു പിന്തുണ വിജയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് സർവേ പറയുന്നത്. ആ വിജയുടെ പാർട്ടി, വിജയ് ആയാലും TVK ആണെങ്കിലും അവർ ഫോക്കസ് ചെയ്തത് യുവാക്കളെയാണ്. അവർ വിജയ് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, തൻ്റെ രാഷ്ട്രീയ എതിരാളി എന്ന് പറയുമ്പോൾ DMK അല്ല DMK എന്ന് പറയുന്നുണ്ട്. അവിടെ MK സ്റ്റാലിൻ നയിക്കുന്ന DMK-നെയാണ് വിജയ് നേരിട്ട് വെല്ലുവിളിക്കുന്നത്. പക്ഷെ BJP-ക്കെതിരെ പല ഘട്ടത്തിലൊരു സംയമനം പാലിക്കുകയും ചെയ്യുന്നുണ്ട്. DMK-യോടും വലിയൊരു എതിർപ്പ് പലപ്പോഴും പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ നിലവിലത്തെ ഭരണകക്ഷിയായിട്ടുള്ള DMK-ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അത് സ്റ്റാലിൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട് പല ഘട്ടത്തിലും. അതുപോലെ തന്നെ ഈ ഉദയനിധി സ്റ്റാലിനാണെങ്കിൽ പോലും വിജയെ പരോക്ഷമായിട്ട് പല കാര്യങ്ങളും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ രാഷ്ട്രീയത്തിലുണ്ട്. വിജയ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒരു രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കരൂരിലൊരു ദുരന്തം ഉണ്ടായി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വിജയുടെ ഒരു ഇതുവരെയുള്ള ഒരു പോസിറ്റീവായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പം നോക്കുമ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ തന്നെ യുവജനങ്ങളെയാണ് കൂടുതലായിട്ടും TVK ഫോക്കസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് വിജയ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ദളിത് വോട്ടുകളുടെ കാര്യം പറയുമ്പോൾ പെരുവമ്പാക്കം, ട്രിച്ചി ഈസ്റ്റ്, പിന്നെ
പെരമ്പൂര്. ഈ മൂന്നിടത്ത് ദളിത് വോട്ടുകൾക്ക് സ്വാധീനമുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര കാര്യമായിട്ടില്ലെങ്കിലും ഏറെക്കുറെ 10% ദളിത് വോട്ടുകൾ ഈ മണ്ഡലങ്ങളിലൊക്കെ ഏറെക്കുറെ ഉണ്ട്. അത് അവിടെ ഒരു നിർണായക ഘടകമായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ പറയേണ്ടത് വെച്ചാൽ ഇതിലൊരു നഗരപ്രദേശങ്ങളാണ്. നഗരപ്രദേശങ്ങളിൽ വിജയ്ക്ക് ഒരു താരപ്രചാരം കൂടിയുള്ളൊരു സാധ്യത ഏജൻസി വോട്ടുകൾ കൂടുതലുണ്ട്. പിന്നെ ഒരു നമ്മുടെ തമിഴ്നാട് നമുക്കറിയാം, ഗ്രാമീണ പ്രദേശങ്ങൾ കൂടുതലും, നഗരപ്രദേശങ്ങളിൽ വളരെ ഉണ്ടെങ്കിലും കൂടുതലും ആളുകൾ നഗരത്തിൽ തിങ്ങിപ്പാർക്കുമ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ ഈ നഗരങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് TVK. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നഗരങ്ങളിലുള്ള യുവജനങ്ങളെയും ദളിത് വോട്ടുകളെയും വിജയ്ക്ക് ആകർഷിക്കാൻ പറ്റും. അതുപോലെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വോട്ടുകൾ സ്വന്തമാക്കാനും വിജയുടെ പാർട്ടിക്ക് സ്വാധീനിക്കും. അങ്ങനെ ഒരു കാര്യം ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദളിത് വോട്ടുകളുടെ കാര്യം പറയുമ്പോൾ, അപ്പോൾ വിജയുടെ സിനിമകളിൽ പോലും ഇപ്പം സന്ധ്യ പറഞ്ഞല്ല കുട്ടി എന്നൊക്കെയുള്ള ചെറിയ പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ പോലും ആ ദളിത് വോട്ടുകളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. സാറിന് അത് DMK ആണ് ഇത്തരം ദളിത് വോട്ടുകളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ അതേ ഒരു ഫോർമുല വിജയും പിന്തുടരുന്നുണ്ട്. അതായത് ഒരു തമിഴ്നാട്ടിലെ ഒരു ദ്രാവിഡ രാഷ്ട്രീയം മുന്നിൽ നിർത്തുന്നുണ്ട്. പക്ഷേ ഒരിക്കലും BJPയോട് ഒരു അടുപ്പം കാണിക്കുന്നുമില്ല. എന്നാൽ തൻ്റെ ശത്രു DMK ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് BJP. ഇതിൽ പരിഗണിക്കേണ്ട ഒരു പ്രധാന കാര്യം അതാണ്. വിജയ് എപ്പോഴും എതിരാളിയായിട്ട് മുമ്പിൽ നിർത്താൻ ആഗ്രഹിക്കുന്നത് DMK-യെ എതിർ സ്ഥാനത്ത് നിർത്തിയാൽ മാത്രമേ ഇയാൾക്കൊരു പ്രാമാണ്യത്തിന് സാധ്യതയുള്ളൂ. മാത്രമല്ല ADMK-യുടെ ഇപ്പോഴത്തെ ദൗർബല്യ അവസ്ഥ കൂടി അയാൾക്ക് മുതലെടുക്കാനുള്ളൊരു അവസ്ഥ കൂടി ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ DMK-യെ എതിർ സ്ഥാനത്ത് നിർത്തുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന നമ്മളീ പറഞ്ഞ മണ്ഡലങ്ങൾ മുഴുവൻ, ഈ 3 മണ്ഡലങ്ങളിലും, വിരുഗംബാക്കാണെങ്കിലും പെരമ്പൂരാണെങ്കിലും ട്രിച്ചി ആണെങ്കിലും, ഈ 3 മണ്ഡലങ്ങളിലും DMK ആണ് ഇപ്പോൾ ഉള്ളത്. അതിൽ വിരുഗംബാക്കത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിൽ ഇതുപോലെ ADMK-ക്കും കയ്യിൽ വന്നിട്ടുണ്ട് ആ മണ്ഡലം. അതുപോലെ പെരമ്പൂരിലാണെങ്കിൽ CPM ഒരു 1-2 തവണ മത്സരിച്ച് ജയിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു DMK സ്ട്രോങ് ഹോൾഡ് എന്നുള്ള കാര്യത്തിൽ അറിയപ്പെടുന്ന മണ്ഡലമായതുകൊണ്ട് അവിടെ മത്സരിച്ച് ജയിക്കുമ്പോൾ അതിന് കിട്ടുന്നൊരു പകിട്ടും ഒരു എന്താ പറയുക ഒരു സാധ്യതയൊക്കെ ഏറെയാണ്. മലർത്തിയടിച്ചു എന്നുള്ള ഒരു സംഗതി കിട്ടും. അപ്പോൾ ആ ഒരു സാധ്യത തന്നെയാണ് വിജയ് മുമ്പിൽ കാണുന്നത്. വിരുഗംബാക്കത്തിൻ്റെ കാര്യം പറയുന്നത് 2011 തെരഞ്ഞെടുപ്പിൽ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം DMK-ക്ക് എതിരുണ്ടായിരുന്നു. ജയലളിത. അപ്പോൾ അതിശക്തമായിട്ടുള്ള വികാരമായിരുന്നു. കാരണം ഇവരുടെ അഴിമതി നമ്മൾ കണ്ണുപൊട്ടിക്കുന്ന അഴിമതിയായിരുന്നു. ഈ ജനങ്ങൾ പറഞ്ഞിരുന്നത് ഇനി വിൽക്കാൻ, ഇവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇനി വിൽക്കാൻ മറീന ബീച്ച് കൂടിയുള്ളൂ. ആ തരത്തിൽ ഇതിൻ്റെ അത്രയും ശക്തമായ ആരോപണങ്ങളായിരുന്നു. അപ്പോൾ ആ ഒരു തരംഗത്തിൽ 2011 DMDK വിജയകാന്തിൻ്റെ പാർട്ടിയുമായിട്ട് ചേർന്നിട്ട് ഒരു വമ്പൻ വിജയം നേടിയൊരു സ്ഥലമാണ് ADMK ഇവിടെ വിരുഗംബാക്കം. അപ്പോൾ അതിനുശേഷം പിന്നീട് ADMK ഒറ്റയ്ക്ക് നിന്നിട്ട് അവിടെ ജയിച്ചു 2016. പിന്നീട് 2021 വിജയകാന്തിൻ്റെ പാർട്ടി ഏതാണ്ട് ഇല്ലാതായി. പാർത്ഥസാരഥി തന്നെ നിന്നു. 2011 ജയിച്ച അതേ കക്ഷി തന്നെ നിന്നു. ഒരു 1500 വോട്ടേ കിട്ടിയുള്ളൂ. സ്റ്റിൽ അവിടെ ജയിച്ചത് ഇവരാണ്, DMK ആണ്. അതായത് DMK അല്ലെങ്കിൽ ADMK അങ്ങനെ മാറിയിട്ട് വരുന്നൊരു ആ സമയത്ത് കമലഹാസന്റെ മക്കൾ ഒരു 10,000-16,000 വോട്ടുകൾ കയ്യിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അവിടുത്തെ വോട്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്ന വോട്ടേഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ADMK-യുടെ ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ DMK-യോട് ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുപക്ഷെ ഇവർക്ക് TVK-ക്ക് വോട്ടായിട്ട് മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഫാക്ടേഴ്സാണ് വിജയെ ഇപ്പം അങ്ങോട്ട് നയിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സന്ദീപ് പറഞ്ഞാൽ ഇപ്പം 2021 പാർത്ഥസാരഥി എണ്ണ DMK-യുടെ പിന്തുണ ഇല്ലാതെയാണ് മത്സരിച്ചത്.
അന്ന് 1500 വോട്ടുകൾക്ക് പിന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ നമ്മൾ ആ സമയത്ത് മക്കൾ നീതിയുമായി കമലഹാസൻ്റെ പാർട്ടി മത്സരരംഗത്തുണ്ടായിരുന്നു. അത് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കമലഹാസന് സാധിച്ചില്ലെങ്കിലും മത്സരരംഗത്ത് താനുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ ഒരു ഘടകം അവിടെ ഉണ്ടായിരുന്നു. അത് ആ വോട്ടുകൾ ഭിന്നിക്കാൻ ഒരു ചെറിയൊരു കാരണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2021 DMKയുടെ പ്രഭാകർ രാജയാണ് ജയിക്കുന്നത്. അതായത് ആ വോട്ടുകൾ ഒരു സ്പ്ലിറ്റ് ആവുന്നൊരു ഘട്ടം അവിടെ ഉണ്ടായിരുന്നു. അതായത് 2021 തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ DMK വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന നിമിഷമാണ്. DMK തകർന്ന ഉള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയ സമയമാണ്. അതുപോലെ തന്നെ കമലഹാസൻ്റെ പാർട്ടി രംഗത്തുള്ള സമയമാണ്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിൽ അന്ന് നടന്നിരുന്ന കാര്യമാണ്. നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ട് ഉയർത്തിക്കാട്ടി പറയേണ്ടത് പറഞ്ഞാൽ DMKയുടെ ഒരു പരാജയം നടന്നൊരു ആണ്. ജയലളിതയ്ക്ക് ശേഷം DMK പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ അത് ഏറെക്കുറെ പൂർത്തിയാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് പറയാം. കാരണം വെച്ചാൽ അതിലും പരിതാപകരമായ അവസ്ഥയിലേക്ക് DMK ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിടവ് ഇപ്പം തമിഴ് രാഷ്ട്രീയത്തിലുണ്ട്. ഒരു പ്രതിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം തമിഴ് രാഷ്ട്രീയത്തിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടു പന്നീർശെൽവം DMK ആയിട്ട് കൂട്ടുകൂടുന്ന നമ്മൾ കണ്ടു. അപ്പോൾ ഒരു കാലത്ത് ജയലളിത ഉണ്ടായിരുന്ന സമയത്ത് ജയലളിത കഴിഞ്ഞാൽ പിന്നെ രണ്ടാമൻ പന്നീർശെൽവമായിരുന്നു. അപ്പോൾ ആ പന്നീർശെൽവമാണ് ഇപ്പോൾ DMKയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് പോയി സ്റ്റാലിനെ കാണുന്നതും സ്റ്റാലിനോട് സന്ദർശനം നടത്തുന്നതൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടത്. ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ നിർണായക ശക്തി എന്ന് പറയുന്നത് DMKക്കാളും നമ്മൾ നോക്കേണ്ടി വരുന്നത് TVK തന്നെയാണ്. TVK എല്ലായിടത്തും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ലെങ്കിലും അവർ ഫോക്കസ് ചെയ്യുന്ന കുറച്ച്, ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ കുറച്ച് മണ്ഡലങ്ങളുണ്ട്. അവിടെ ഒരു ശക്തമായ ഒരു ലക്ഷ്യം കൈവരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ DMKക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് തിരുച്ചി ഈസ്റ്റ്, തിരുച്ചിറപ്പള്ളി. അവിടെയും ADMK അവരുടേതായുള്ള സാന്നിധ്യമുള്ള മണ്ഡലമാണ്. പക്ഷേ ADMKയുടെ ഇപ്പോൾ കഴിഞ്ഞൊരു 3 ടേമിലെ വോട്ട് നില പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് അവരുടെ വോട്ട് നില വളരെ ശക്തമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കമലഹാസൻ്റെ പാർട്ടിയുടെ സാന്നിധ്യം കൂടി ആയപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറച്ചധികം വോട്ടുകൾ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടി വിജയ്ക്ക് ട്രിച്ചിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഈ സമീപകാലത്തായിട്ട് വിജയുടെ ഒരു മുമ്പോട്ടുള്ള ഒരു കുതിപ്പിന് ഒരു തടയിട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ദുരന്തമാണ്, കരൂരിലെ ദുരന്തമാണ്. ഇപ്പോൾ സമീപകാലത്തായിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് വിജയ്ക്കെതിരെ ഉണ്ടാകുന്ന അലിഗേഷൻ ഉണ്ട്, ഒരു നടിയുമായി ബന്ധപ്പെട്ട അലിഗേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ ഒരു തമിഴിലെ ഒരു പ്രമുഖ നടിയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം എന്നാണ് വെച്ചാൽ വിജയെപ്പോലെ ഒരു ആരാധകനെ സംബന്ധിച്ച്, ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനെ സംബന്ധിച്ച് അത് വേട്ടയാടപ്പെടും. കാരണം വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ ഇങ്ങനെയുള്ള വികാരങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാകുമ്പോൾ. ഇപ്പോൾ വിജയ്ക്കെതിരെ ഭാര്യ അതുപോലെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ അല്ലാതെ തമിഴ്നാട്ടിൽ വർക്കാവുന്ന ഒരു ഘടകമാണ്, ഘടകം കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ ഈ ജെൻസി വോട്ടുകൾ വിജയ്ക്ക് അനുകൂലമാകുന്ന സർവേ പറയുമ്പോൾ പോലും ഇങ്ങനൊരു ഘടകം ഇവിടെ വരുമ്പോൾ വിജയ്ക്ക് അത് പ്രതികൂലമായിട്ട് ബാധിക്കും. വിജയ് ഇതിനെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെങ്ങനെ മറികടക്കാൻ പറ്റും എന്നാണ് അറിയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ വിജയുടെ കാര്യം നോക്കുമ്പോൾ വിജയ്ക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധിയൊന്നും ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മറികടക്കാനുള്ള ഒരു പശ്ചാത്തലം വിജയ്ക്കും ഇല്ല, വിജയുടെ പാർട്ടിക്കും ഇല്ല. കാരണം ഒരു വലിയ അടിത്തറ ഇല്ലാത്തൊരു പാർട്ടിയാണ് വിജയ്. അല്ലാതെ മറിച്ചൊരു മൂന്നാമതോ രണ്ടാമതോ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ഈ തമിഴിൽ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളോട് ചോദിച്ചാൽ പോലും അവർക്ക് അറിയുവാൻ സാധ്യതയില്ല. അങ്ങനെ ഒരാളെ ഉയർത്തി കാട്ടാനും വിജയ്ക്ക് ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല, ആ പാർട്ടിക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഘടകമുണ്ട്. ഇപ്പോൾ വിജയ് ഒരു പക്ഷേ നാളെ കേസിൽപ്പെട്ടാൽ അല്ലെങ്കിൽ മറ്റു നിയമ നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആര് ഈ പാർട്ടി മുന്നിൽ നിന്ന് നയിക്കുമെന്നുള്ളൊരു കാര്യം അവിടെയുണ്ട്. അവിടെയും ആരുമില്ല എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ഈ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ കരൂർ ദുരന്തം ഉണ്ടായ സമയത്തും വിജയ് അല്ലെങ്കിൽ മറ്റാരെ എന്നൊരു ചോദ്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ആ സ്ഥാനത്തേക്ക് ആരും എത്തുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് വിജയ് മനഃപൂർവ്വം ചെയ്യാത്തതാണോ എന്നൊരു കാര്യമുണ്ട്. കാരണം തൻ്റെ മുഖം കാണിച്ചിപ്പം മുമ്പോട്ട് പോവുക, പരമാവധി യുവാക്കളെ ഒപ്പം നിർത്തുക, യുവജനങ്ങളുമായിട്ട് സംബന്ധിച്ച് മുമ്പോട്ട് പോവുക, എന്നാൽ ജൻസികളുമായിട്ട് ജൻസി കുട്ടികളുമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളൊരു ഐഡിയ ആയിരിക്കും വിജയ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ അത് പ്രത്യേകിച്ച് തമിഴ് രാഷ്ട്രീയത്തിൽ അത് ഒരു രാഷ്ട്രീയത്തിലും നമുക്കത് അതുമായിട്ട് അധികം കാലം മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ DMKയുടെ കാര്യം പറഞ്ഞപ്പോഴും DMK ഇപ്പം 2016-ലും 2021-ലും വിജയിച്ച് അധികാരത്തിൽ വന്നിരിക്കുന്ന പാർട്ടിയാണ്.
ഈ 2026 തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള പാർട്ടി DMK തന്നെയാണ്. ആ ഡി എം കെയുടെ ഈ നിലവിലെ കുതിപ്പിന് കാരണം എന്ന് വെച്ചാൽ ആ പാർട്ടിയുടെ അടിത്തറ തന്നെയാണ്. അതിപ്പം സ്റ്റാലിൻ മുതൽ ഉദയനിധി വരെയുള്ള ഒരു സ്റ്റാലിനിൽ തുടങ്ങിയ ഒരു യുവ നേതാവായിട്ട് വളർന്നത് ഉദയനിധി അവരെ നമുക്ക് കണക്കാം. കാരണം വെച്ചാൽ സ്റ്റാലിന് വേണ്ടി പല ഘട്ടത്തിലും സംസാരിക്കുന്ന ഉദയനിധിയാണ്. നിയമസഭയെ പോലും പല വിഷയങ്ങളിലും സംസാരിക്കുന്നുണ്ട്. അത് നമ്മുടെ അമിത്ഷായ്ക്കെതിരെ വരെ ഉദയനിധി സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ദേശീയ വിഷയങ്ങളിൽ സംസാരിക്കാറുണ്ട്. ദേശീയ തലത്തിലുണ്ടാകുന്ന വിവാദങ്ങളിലടക്കം ഉദയനിധിയുടെ ഒരു വിമർശനം ഉണ്ടാകാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു പാർട്ടി മുമ്പോട്ട് വെക്കുന്ന ഐഡിയോളജി ഇവിടെ ഒരു വലിയ ഘടകമാണല്ലോ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് വിജയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു ഐഡിയോളജി ഉണ്ടാവുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ട് അവർക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ തമിഴ് രാഷ്ട്രീയത്തിൽ എപ്പോഴും പലരും പറയാറുള്ളതാണ് നടന്മാർക്ക് വോട്ട് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു MGRന്റെ കാലം മുതൽക്ക് അങ്ങനത്തെ ഒരു ആരോപണമൊക്കെ ഉള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ നടന്മാർക്ക് വോട്ട് ചെയ്തിട്ടില്ല. എല്ലാ കാലത്തും അവർ ഐഡിയോളജിക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ. നിലനിൽക്കുന്ന ദ്രവിഡിയൻ ഐഡിയോളജിയെ ആരാണോ പിന്തുണയ്ക്കുന്നത് അവർക്കാണ് വോട്ട് കിട്ടിയത്. അതല്ലാതെ സംഭവിച്ചിട്ടുള്ളപ്പോൾ മക്കൾ നീതിമன்றത്തിൻ്റെ കാര്യം, പുള്ളി കമൽഹാസൻ ഈ ഐഡിയോളജിക്ക് ഒരു തരത്തിലുള്ള പിന്തുണ കൊടുത്തില്ല, ദ്രവിഡിയൻ ഐഡിയോളജിക്ക്. എന്ന് മാത്രമല്ല ഏതാണ്ട് എതിർത്തൊരു നിലപാടെടുത്തു. അയാളുടെ അഡ്രസ്സ് പിന്നെ കണ്ടില്ല. അതായത് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ഔട്ട്കം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ആത്മീക രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത്, രജനീകാന്ത് വന്നത്. അതും രക്ഷപ്പെട്ടില്ല. കാരണം ദ്രവിഡിയൻ ഐഡിയോളജിയെ അദ്ദേഹം പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഈ ഐഡിയോളജിയെ ഹോൾഡ് ചെയ്യാതെ ഒരു നടൻ എത്ര പോപ്പുലർ ആണെങ്കിലും വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ വിജയുടെ കാര്യത്തിലുള്ള ഒരു സന്ദിഗ്ധത എന്ന് പറഞ്ഞാൽ ഈ വിഷയമാണ്. കാരണം അദ്ദേഹം എന്താണ് അയാളുടെ ഐഡിയോളജി എന്ന് തമിഴ്നാട്ടിൽ ഇപ്പോഴും വളരെ വ്യക്തമൊന്നുമല്ല. എല്ലാവരും ദ്രവിഡിയൻ ഐഡിയോളജി അദ്ദേഹം അത്ര വളരെതായിട്ട് പ്രൊനൗൺസ് ചെയ്തതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന നടിയുടെ കാര്യത്തിൽ ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ MGRന്റെ കാലത്ത് MGR ജാനകി ബന്ധം വളരെ ഒരു ചെറിയൊരു വിവാദ വിഷയമൊക്കെ ആയിരുന്നു. പക്ഷേ അതിൽ സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്ഷയരോഗം ബാധിച്ചിട്ട് മരിച്ചതിന് ശേഷം 63 മരിച്ച് 64 പുള്ളി വീണ്ടും ജാനകി വിവാഹം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2-3 വർഷം കഴിഞ്ഞാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത്. 3-4 വർഷം കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അതിനകത്ത് തന്നെ ആ ബന്ധം ലെജിറ്റിമൈസ്ഡായി, ആളുകൾ അതിനോട് യൂസ്ഡായി, ആളുകൾ അത് അംഗീകരിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞത് ജയലളിതയായിട്ടാണ്. ജയലളിതയുടെ കേസിൽ സംഭവിച്ചെന്താ, ജയലളിത വളരെ ശക്തയായ വളരെ കഴിവുറ്റ ഒരു സ്ത്രീയായിട്ടും MGRന്റെ പിൻഗാമിയാകാൻ എല്ലാ യോഗ്യതയുള്ള ഒരാളായിട്ടും പ്രവർത്തകർ AIADMKയുടെ പ്രവർത്തകർ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു ഇമ്പാക്റ്റൊന്നും, വേറെ തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് സമാനമായിട്ട് അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ വിജയുടെ കേസിലുള്ളതെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ ഇപ്പം രാജാത്തി അമ്മാളും കരുണാനിധിയും തമ്മിലുള്ള ബന്ധമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് അന്നത്തെ കാലത്ത് അവിടുത്തെ ജനങ്ങളിൽ വലിയ എതിർപ്പോ ഒരു പരിഹാസമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ ആ ഒരു ബന്ധത്തെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കരുണാനിധിനെ നമുക്കറിയാമല്ലോ, കരുണാനിധി തമിഴ് രാഷ്ട്രീയത്തിൽ തലയെടുപ്പുള്ള ഒരു നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു നേതാവിൽ നിന്ന് ഇങ്ങനൊരു ബന്ധം നേതാവിൻ്റെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അത് കരുണാനിധി അടക്കം അത് പറഞ്ഞിട്ടുള്ളതാണ്, സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ ഒരു ഗോസിപ്പായിട്ട് പോലും ആളുകൾ അന്ന് എടുത്തിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ സോഷ്യൽ മീഡിയ അടക്കം നമ്മൾ പല രീതികളിൽ പല വാർത്തകളും വരും. വിജയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു കാര്യങ്ങളാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇപ്പം വിജയ് കൂടുതൽ ലക്ഷ്യമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് യുവാക്കളെ, ജൻസികളെ ഉപയോഗപ്പെടുത്താമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇപ്പം ഈ നടിയുമായി ബന്ധപ്പെട്ട് വിജയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഈ തമിഴ് ചാനലുകളും യൂട്യൂബ് ചാനലുകളും അല്ലെങ്കിൽ തമിഴ് പേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വിജയും ഈ നടിയുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളൊക്കെയാണ് അവിടെ വരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ കരുണാനിധി രാജാത്തി അമ്മാളുമായിട്ടുള്ള ബന്ധവും ഇതുപോലെ നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കരുണാനിധി ഒരു നമ്മളിപ്പം പറഞ്ഞ തലയെടുപ്പുള്ള നേതാവ് മാത്രമല്ല, ഒരു പക്വതയുള്ള ഒരു രാഷ്ട്രീയക്കാരനുമായിരുന്നു, രാഷ്ട്രീയം അറിയാവുന്നൊരു വ്യക്തിയുമായിരുന്നു, തമിഴ്നാട്ടിനെ വർഷങ്ങളോളം മുമ്പോട്ട് നയിച്ചൊരു നേതാവുമാണ്. തമിഴ്നാട്ടിനെ ഇപ്പോഴത്തെ DMKനെ കെട്ടിപ്പടുത്ത് എടുക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ്.
അങ്ങനെ ഒരു വ്യക്തിയായിട്ട് പോലും നമുക്ക് വിജയിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വിജയ്ക്ക് പോരായ്മകൾ മാത്രമേ ഉള്ളൂ. വിജയ്ക്ക് ഒരു ലക്ഷ്യം നിലവിൽ ഇപ്പോൾ ഈ അടുത്ത് 2026 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അവർ ലക്ഷ്യം വെക്കുന്ന 1-2 മണ്ഡലങ്ങളിൽ വിജയിക്കുക. അത് DMK മണ്ഡലങ്ങളിൽ തന്നെ വിജയിച്ച് ഭരണമുന്നണിയെ ഞങ്ങൾ വിറപ്പിച്ചു, അല്ലെങ്കിൽ അവരുടെ ഒരു അട്ടിമറിക്കാനുള്ള ശ്രമം ഞങ്ങൾക്ക് നടത്തിയാനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് നിലവിൽ വിജയിക്കുള്ളതും TVKയ്ക്കുള്ളൂ. പക്ഷേ ഇതുകൊണ്ടൊന്നും തമിഴ് രാഷ്ട്രീയത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. തമിഴ് രാഷ്ട്രീയത്തിലല്ല, നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. വിജയ് ഒരു ആരാധകരുടെ ഒരു കൂട്ടായ്മയാണ്. ചിലപ്പോൾ ഈ ആരാധക കൂട്ടായ്മ എത്ര നാൾ ഉണ്ടാകാം എന്നുള്ളൊരു കാര്യമുണ്ട്. വിജയ്ക്ക് വലിയൊരു ആരാധകരുണ്ട്. തമിഴിൽ ഇതുവരെ കാണാത്ത ആരാധകരുണ്ട്. നമുക്ക് കേരളത്തിലെ ആരാധകരുണ്ട്, ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിജയ്ക്ക് ആരാധകരുണ്ട്. അതൊക്കെ ശരിയാണ്, നമുക്ക് ഒരിക്കലും അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും വലിയ ആരാധക കൂട്ടായ്മയുണ്ട്. അതാണ് ശക്തി എന്നാണ് വിജയ് കരുതുന്നത്. പക്ഷേ ആ ശക്തി അത് രാഷ്ട്രീയത്തിലെ ശക്തി അതല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയല്ല. രാഷ്ട്രീയത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കണ ആ ഭാവിയിലേക്ക് നിലനിൽക്കണമെങ്കിൽ, ഇപ്പോൾ വിജയ് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, തമിഴ്നാട് മുഖ്യമന്ത്രി. അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ വിജയ്ക്ക് ഈ അവസ്ഥയിൽ ഈ ജൻസികളെയോ അല്ലെങ്കിൽ കുറച്ച് കുട്ടികളെയായിട്ടൊന്നും തമിഴ്നാടിൻ്റെ ഭരണം പിടിക്കാൻ പറ്റില്ല. വിജയ് ഇപ്പം പറയുന്നത് DMK ആണ് പ്രധാന എതിരാളി എന്ന് പറഞ്ഞത്. DMKയുടെ ഒരു പാർട്ടി സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പോലും വിജയ്ക്ക് അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അവിടെ സാധാരണ പ്രവർത്തകൻ മുതൽ ഇപ്പം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന MK സ്റ്റാലിൻ വരെയുള്ള പ്രവർത്തകരുടെ ഒരു ശൈലി എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഉദയനിധി, എനിക്ക് തോന്നുന്നു ഉദയനിധി ആദ്യം മത്സരരംഗത്തോട്ട് വന്നിട്ടുണ്ട് ഏതൊരു കോർപ്പറേഷൻ ലെവലിലോ അങ്ങനെ എന്തൊക്കെയാണ്. അതായത് അവിടെ നിർത്തി മത്സരിപ്പിച്ചതിന് ശേഷമാണ് ഉദയനിധിനെ അസംബ്ലി തെരഞ്ഞെടുപ്പിലോട്ട് അടക്കം കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ്, അതായത് സ്വന്തം മകനെ ആണെങ്കിൽ പോലും സ്റ്റാലിൻ കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഘട്ടവും തമിഴ് DMKയിൽ അങ്ങനെ ഒരു വളർച്ചയുടെ ഒരു രീതിയുണ്ട്. പക്ഷേ ഈ നമ്മൾ നോക്കുമ്പോൾ വിജയുടെ കാര്യത്തിലോട്ട് നോക്കുമ്പോൾ ഇതൊന്നുമില്ല. ഒരു അടിത്തറയില്ല, സ്ട്രക്ചർ ഇല്ലാത്തൊരു കുറച്ച് ആൾക്കൂട്ടമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രത്യേകതയാണ് ഇവിടെയുള്ളത്. ഇപ്പം നമുക്ക് ഈ 2026 തെരഞ്ഞെടുപ്പ് മാത്രമാണ് വിജയ്ക്ക് മുമ്പോട്ടുള്ള ഒരു ലക്ഷ്യം, നിലവിലെ ലക്ഷ്യം. അതിനുശേഷം ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന പോലെ തന്നെ പുള്ളി പാർട്ടിയെ ഉടച്ചു വാർത്ത് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമോ, ഒരു കീഴ്ഘടകങ്ങൾ ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും പാർട്ടിയുടെ പ്രവർത്തന ശൈലി എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം ഈ ഒരേ ലക്ഷ്യമുള്ള യുവാക്കളുമായിട്ട് മുമ്പോട്ട് പോവുക, ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുക. പക്ഷേ ഈ മത്സരിക്കുന്ന എത്ര പേര് മത്സരിച്ചാൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഈ TVKയിലെ വിജയ് ജയിക്കുമായിരിക്കും. അത് നമുക്ക് വലിയൊരു നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ജയിച്ചേക്കാം. പക്ഷേ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ആരും മത്സരിക്കും എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അങ്ങനെ പ്രതിസന്ധികളാണ് ആ പാർട്ടി മുഴുവൻ. അല്ലാതെ ആ പാർട്ടിയിൽ വലിയ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു ആൾക്കൂട്ടമുണ്ട്, ആൾക്കൂട്ടത്തിന് ഒരു മുന്നിൽ നിൽക്കാൻ ഒരു താരമുണ്ട് എന്നുള്ളതല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനില്ല, ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ ഇല്ല. അങ്ങനെയുള്ള പ്രതിസന്ധിയാണ് ഈ TVKയ്ക്ക് ഉള്ളത്. അപ്പോൾ TVKയുടെ ഭാവി എന്ന് പറയുന്നത് നമ്മളെന്തായാലും അറിയേണ്ട കാര്യം തന്നെയാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.